എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് SCRT പാഠങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു വീഡിയോ സീരീസ് ആണ്. അതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ SCRT ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ അധ്യായമായ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന അധ്യായമാണ്. ഈ ഒരു അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും PSC ചോദിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അധ്യായം പഠിച്ചെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു അധ്യായത്തിൽ തുടക്കത്തിൽ പറഞ്ഞു പോകുന്ന ഒന്നാമത്തെ പാരഗ്രാഫാണ്. സൈനിക ശക്തികളുടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷ് നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത്. 1757 പ്ലാസി യുദ്ധം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷ കാലയളവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏകദേശം 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കി എന്നതാണ് ഒന്നാമത്തെ പോയിന്റായിട്ട് നൽകിയത്. ഇവിടെ നൽകിയിരിക്കുന്നു, സൈനിക ശക്തിയിലൂടെയും അതുപോലെ തന്നെ നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത്. അപ്പോൾ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത്? സൈനിക ശക്തിയിലൂടെയും അതോടൊപ്പം തന്നെ നയതന്ത്രത്തിലൂടെയുമാണ്. ഇനി 1757 പ്ലാസി യുദ്ധം മുതൽ, അപ്പോൾ പ്ലാസി യുദ്ധം ഏത് വർഷമാണെന്ന് PSC ചോദിക്കും. 1757 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ഏത് വർഷമാണെന്ന് പരീക്ഷയിൽ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. 1757 വിപ്ലവത്തെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ 1757 മുതൽ 1857 വരെയുള്ള ആ ഒരു 100 വർഷ കാലയളവിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങളും എന്താണ്, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി എന്നാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏകദേശം 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ശരിയാണ്, കൃത്യമായിട്ട് നമ്മുടെ SCRTയിൽ പറയുന്നുണ്ട്. ശേഷിക്കുന്ന പ്രദേശങ്ങൾ എന്താണ്, ഭൂരിഭാഗം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. 63% പ്രദേശങ്ങൾ നേരിട്ട് ഭരിച്ചപ്പോൾ ബാക്കി വരുന്ന പ്രദേശങ്ങൾ എന്താണ്, ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. തുടർന്ന് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത് ബ്രിട്ടീഷ് നയങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സബ് ഹെഡിങ് നൽകിയിട്ട് തുടർന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ദുരന്തം ആദ്യം അനുഭവിച്ചവരിൽ പ്രധാന വിഭാഗമാരായിരുന്നു കർഷകരായിരുന്നു എന്ന കാര്യം ഓർക്കുക. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി നയങ്ങളായിരുന്നു കർഷകരുടെ നട്ടലൊടിച്ചത്. പരമാവധി വരുമാനം ഉണ്ടാക്കുക എന്നതായിരുന്നു നികുതി നയത്തിന്റെ ലക്ഷ്യം. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത നികുതി സമ്പ്രദായങ്ങളാണ് നടപ്പിലാക്കിയത്. ചുവടെ കൊടുത്ത പട്ടികയിൽ നിന്ന് ബ്രിട്ടീഷ് ഭൂനികുതി സമ്പ്രദായങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ദുരന്തം ആദ്യം അനുഭവിച്ചതിൽ പ്രധാന വിഭാഗം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കർഷകരാണ്. അവരുടെ മേലെന്താണ്, ഭൂനികുതികൾ അടിച്ചേൽപ്പിച്ചു, വലിയ ഭൂനികുതികൾ അടിച്ചേൽപ്പിച്ചു. അങ്ങനെ അടിച്ചേൽപ്പിച്ച ഭൂനികുതികൾക്ക് കുറച്ച് എക്സാമ്പിൾ ഒരു പട്ടികയിൽ തുടർന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് PSC എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എവിടെയാണ് നടപ്പിലാക്കിയെന്ന് ചോദിക്കും. ബംഗാളിലും ബീഹാറിലും ഒഡീഷ പ്രദേശങ്ങളിലായിട്ടാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നടപ്പിലാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബംഗാളിലും ബീഹാറിലും ഒറീസ പ്രദേശങ്ങളിലായിട്ടാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് റൈറ്റ്വാരി വ്യവസ്ഥ. റൈറ്റ്വാരി വ്യവസ്ഥ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലും മഹൽവാരി വ്യവസ്ഥ എന്ന് പറയുന്നത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലുമാണ് നടപ്പിലാക്കിയത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്നത് അതിൽ കൃത്യമായിട്ട് ഭൂനികുതി എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇത് ഭൂനികുതിയുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ റൈറ്റ്വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ ഒരു കേൾക്കാത്ത ഒരാളാണെങ്കിൽ അത് ഭൂനികുതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുക, തന്നിരിക്കുന്നതിൽ ഭൂനികുതിയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത് എന്തെല്ലാമാണെന്ന് വെച്ചിട്ട് ഈ ഓപ്ഷൻ തരാം. അപ്പോൾ അവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. അത് നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ബംഗാളും ബീഹാറും ഒറീസയുമാണ്. അതുപോലെ റൈറ്റ്വാരി വ്യവസ്ഥ നമ്മുടെ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കിയപ്പോൾ മഹൽവാരി വ്യവസ്ഥ എന്ന് പറയുന്നത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയെ കേന്ദ്രീകരിച്ചാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്. അപ്പോൾ ഈ 3 പോയിന്റുകളും ഓർത്തിരിക്കുക. ഇനി ഇതിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇത് പരീക്ഷയിൽ പലപ്പോഴും വന്നിട്ടുള്ളതാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചിരുന്നത് സെമിന്ദാർ ആയിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഉദ്യോഗസ്ഥന്റെ പേര് പരിചയപ്പെടുകയാണ്, സെമിന്ദാർ. അപ്പോൾ സെമിന്ദാർമാരായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചിരുന്നത്. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്ന ഉദ്യോഗസ്ഥന്മാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണെന്ന് വെച്ചാൽ സെമിന്ദാർ എന്നാണ്. നികുതി പിരിവിന് അധികാരമായി ഉണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥനാരായിരുന്നു, സെമിന്ദാർമാരായിരുന്നു. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന മുഴുവൻ പ്രദേശത്തെയും
ഉടമസ്ഥനാരായിരുന്നു, സെമിന്ദാർ ആയിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആ ഒരു സെമിന്ദാർ അയാളുടെ കീഴിൽ നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന കുറേ പ്രദേശങ്ങളുണ്ടായിരിക്കാം. ആ പ്രദേശത്തിൻ്റെ ഉടമസ്ഥനാരായിട്ട് മാറുന്നു, സെമിന്ദാർമാരായിട്ട് മാറുന്നു. അങ്ങനെ സെമിന്ദാർമാർ എന്താണ്, ഭൂ ഉടമകളായതോടെ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന കർഷകർ എന്തായിട്ട് മാറി, കുടിയാന്മാരായിട്ട് മാറുന്നു. വിളവിൻ്റെ 60% വരെ കർഷകർ എന്താണ്, നികുതിയായിട്ട് നൽകണമായിരുന്നു. എത്ര ശതമാനം വരെ? 60% വരെ. വിളവ് മോശമായാലും എന്താണ്, നികുതി നൽകണമായിരുന്നു. നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു. അപ്പോൾ ഇവിടെ നികുതി എന്തായിട്ട് തന്നെ നൽകണം, പണമായിട്ട് തന്നെ നൽകണം. മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് കർഷകർ നികുതിയായിട്ട് നൽകിയിരുന്നത്. എന്നാൽ ഈ ഒരു നിയമം വന്നതോടുകൂടി പണമായിട്ട് തന്നെ കർഷകർ എന്ത് നൽകണം, നികുതികൾ നൽകണമെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇതാണ് എന്ത്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇത് ആരാണ് നടപ്പിലാക്കിയതെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അത് പരീക്ഷയ്ക്ക് പലവട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരാന്ന് വെച്ചാൽ കോൺവാലിസ് പ്രഭുവാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റൈറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഉണ്ടായത്. ഇവിടെ ഈ റൈറ്റ് വാരി എന്ന് പറയുമ്പോൾ റൈറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കർഷകർ എന്നാണ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കർഷകർ എന്നാണ്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു സെമിന്ദാർമാരുണ്ടായിരുന്നു. ആ സെമിന്ദാർമാരിലൂടെയാണ് നികുതി പിരിച്ചിരുന്നതെങ്കിൽ റൈറ്റ് വാരി വ്യവസ്ഥയിൽ നേരിട്ട് എന്താണ്, കർഷകരിൽ നിന്ന് നികുതി പിരിച്ചു. ആ റൈറ്റ് വാരി എന്നതിൽ റയട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കർഷകരെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദക്ഷിണേന്ത്യയിലാണ് ഈ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നെന്ന കാര്യം ഓർത്തിരിക്കുക. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു. തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞു സെമിന്ദാർമാർക്കായിരുന്നു അവിടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം. ഇവിടെ ആര് തന്നെയാണ് ഉടമസ്ഥാവകാശം, കർഷകനായിരുന്നു. എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ എന്താക്കി, ദരിദ്രരാക്കി. മാത്രമല്ല നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചിരുന്നു. മഹൽവാരി വ്യവസ്ഥയിലാകട്ടെ ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചിരുന്നത്. അപ്പോൾ 3 വ്യവസ്ഥകൾ നമ്മൾ പഠിച്ചു. ഒന്ന് നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു വ്യവസ്ഥ, പിന്നെ ഇവിടെ പഠിച്ച ഇപ്പോൾ നമ്മൾ റൈറ്റ് വാരിയും പഠിച്ചു, അതുപോലെ തന്നെ നമ്മളിപ്പോൾ മഹൽവാരി വ്യവസ്ഥയും പഠിച്ചു. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതിൽ സെമിന്ദാർമാരായിരുന്നു നികുതി പിരിച്ചിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ റൈറ്റ് വാരി വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെ നികുതി പിരിച്ചിരുന്നത് നേരിട്ടായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ പറഞ്ഞ മഹൽവാരി വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയുടെ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ്. അവിടെ ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചിരുന്നത്. ഈ വ്യവസ്ഥയിലും നികുതി നിരക്ക് അമിതമായിരുന്നു. ഗ്രാമത്തെ മഹൽ എന്ന് യൂണിറ്റായി കണക്കാക്കിയിരുന്നു നികുതി പിരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അതിന് ആ ഒരു മഹൽവാരി എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥ എന്ന് അറിയപ്പെടാൻ കാരണം. അപ്പോൾ ഗ്രാമത്തെ എന്താണ്, ഒരു യൂണിറ്റായി കണക്കാക്കിയായിരുന്നു നികുതി പിരിച്ചത്. അതിനാണ് മഹൽ എന്ന് പറയുന്നത്. അപ്പോൾ മഹൽ എന്ന ആ ഒരു രീതിയിലാണ് അവിടെ നികുതി പിരിച്ചത്. ഗ്രാമത്തെ എന്താണ്, ഒരു യൂണിറ്റായി കണക്കാക്കിയായിരുന്നു നികുതി പിരിച്ചത്. മഹൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രാമത്തിൻ്റെ ഒരു യൂണിറ്റിനാണ് എന്ന് പറയുന്നത് മഹൽ എന്ന് പറയുന്നത്. അപ്പോൾ മഹൽ ആ ഗ്രാമത്തെ സൂചിപ്പിക്കുന്നു. റൈറ്റ് വാരിയിൽ റൈറ്റ് എന്ന് പറയുന്നത് കർഷകരെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ പരിചയപ്പെട്ടതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെ ആര് വരും, സെമിന്ദാർമാർ വരും എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ പോയിന്റുകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഓർത്തിരിക്കണം. ഇനി അടുത്തതിലേക്ക് വരാം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ കർഷക രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ പണമായി അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക് പലപ്പോഴും എന്താണ്, കൊള്ളപ്പലിശക്കാരിൽ നിന്ന് പണം കടം വാങ്ങേണ്ടി വന്നു. കൃഷിയിടം പണപ്പെടുത്തിയാണ് അവർ പണം കടം വാങ്ങിയത്. ഉയർന്ന പലിശ നിരക്കായിരുന്നു കർഷകരിൽ നിന്ന് ഈടാക്കിയത്. അതിനാൽ കടവും പലിശയും അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി എന്താണ്, കൊള്ളപ്പലിശക്കാർ കൈയടക്കി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്ന ഒരു മേഖലയാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്യുന്നത് കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ എന്താണ്, വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധരായി. ഭക്ഷ്യവിളയ്ക്ക് പകരം എന്താണ്, നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്യുന്നു. ഈ മാറ്റത്തെയാണ് അക്കാലത്ത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ അന്നേ വരെ നമ്മുടെ ഇന്ത്യയിലെ കാർഷിക ഭൂമിയിൽ കൃഷി ചെയ്തിരുന്നത് ഭക്ഷ്യവിളകളായിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഇത് കാരണം എന്താണ്, നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്യേണ്ട ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നികുതി നിരക്ക് കൂടുതലായിരുന്നല്ലോ. മാത്രമല്ല നികുതി പണമായി നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ തന്നെ നൽകണമായിരുന്നു. ഈ സാഹചര്യം നേരിടാൻ വേണ്ടിയായിരുന്നു കർഷകർ വിപണിയിൽ കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തത്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾക്കായിരുന്നു വിപണിയിൽ ഉയർന്ന വില ലഭിച്ചത്. അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങൾ യൂറോപ്പിനായി കൃഷി ചെയ്യാൻ തുടങ്ങി. അക്കാലത്ത് വ്യാപകമായി കൃഷി ചെയ്ത വിളകൾ എന്തെല്ലാമാണെന്ന് പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് നീലം എന്ന് പറയുന്നത്. നീലം എന്ന് പറയുന്നത് എവിടെയാണ്, ബംഗാളിലും ബീഹാറിലുമാണ് ഇത് കൃഷി ചെയ്യുന്നത്. അതേപോലെ തന്നെ പരുത്തി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലും പഞ്ചാബിലുമാണ് കൃഷി ചെയ്യുന്നത്. അതുപോലെ കരിമ്പ് ഉത്തർപ്രദേശിൽ, തേയില ആസാം, കേരളം, ചണം എന്ന് പറയുന്നത് ബംഗാളിലാണ്, അതുപോലെ ഗോതമ്പ് പഞ്ചാബിലാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്ന വിളകളാണ് ഇവിടെ കൊടുത്തത്. ബംഗാളും ബീഹാറും കേന്ദ്രീകരിച്ച് നീലമാണ് കൃഷി ചെയ്തിരുന്നത്. മഹാരാഷ്ട്ര അതുപോലെ തന്നെ പഞ്ചാബ് കേന്ദ്രീകരിച്ച് പരുത്തി,
ഇനി ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് കരിമ്പ്, അതുപോലെ ആസാം കേരളം കേന്ദ്രീകരിച്ച് തേയില, ബംഗാൾ കേന്ദ്രീകരിച്ച് ചണം, അതുപോലെ പഞ്ചാബ് കേന്ദ്രീകരിച്ച് ഗോതമ്പ് എന്നിവയാണ് കൃഷി ചെയ്തത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ പറയുന്നത് നീലം കർഷകരുടെ കലാപം എന്നാണ്. നീലത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് അക്കാലത്ത് വിപണിയിൽ ഉയർന്ന വില ലഭിച്ചിരുന്നു. തുണികൾക്ക് നിറം നൽകാനായിരുന്നു നീലം ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ പോലെ കൃത്രിമ ചായങ്ങൾ അന്നില്ലായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം തുണി നിർമ്മാണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കി. അതോടെ നീലത്തിന്റെ ആവശ്യം വർദ്ധിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നീലത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് അക്കാലത്ത് വിപണിയിൽ ഉയർന്ന വില ലഭിച്ചിരുന്നു. തുണികൾക്ക് നിറം നൽകാനായിരുന്നു നീലം ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ പോലെ കൃത്രിമ ചായങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം ഉണ്ടായി. അത് തുണി നിർമ്മാണ രംഗത്തൊക്കെ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി. അപ്പോൾ നീലത്തിന്റെ ആവശ്യം വർദ്ധിച്ചു. ഇനി അടുത്ത് പറയുന്നത് ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു. കർഷകർക്ക് വൻതുക മുൻകൂറായി നൽകി അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിപ്പിച്ചു. ഉയർന്ന ഭൂനികുതി അടയ്ക്കാൻ കഴിയാതെ വിഷമിച്ച കർഷകർ കമ്പനി ഉടമകളുടെ പ്രലോഭത്തിന് വഴങ്ങി നീലം വ്യാപകമായിട്ട് കൃഷി ചെയ്തു. ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം മുൻകൂറായി കൈപ്പറ്റിയ ഓരോ കർഷകനും തന്റെ കൃഷിയിടത്തിലെ നിശ്ചിത ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്നായിരുന്നു നിബന്ധന. മാത്രമല്ല കൃഷിയിടത്തിന്റെ ഏറ്റവും ഫലഭൂഷ്ടമായ ഭാഗത്തായിരുന്നു നീലം കൃഷി ഇറക്കേണ്ടിയിരുന്നത്. അതിനാൽ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നീലം കൃഷി ചെയ്യേണ്ടി വന്നു. വിളവെടുപ്പ് കാലത്താകട്ടെ ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം പിൽക്കാലത്ത് കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലോടെ തുണികൾക്ക് നിറം നൽകാൻ നീലം ആവശ്യമില്ലാതായി എന്ന കാര്യം ഓർക്കുക. ഇതോടെ കൃഷി ഭൂമിയുടെ ഭൂരിഭാഗം നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകരൊക്കെ കൂടുതൽ ദുരിതത്തിലേക്കാവുകയും ചെയ്തു എന്ന കാര്യം ഓർത്തിരിക്കുക. 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അമ്പും വില്ലും വാളും കുന്തവുമായി അവർ നീലം ഫാക്ടറികൾ ആക്രമിച്ചു. നിരവധി സ്ത്രീകളും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും അവർക്ക് വേണ്ടി ജോലി ചെയ്തവരെയും കലാപകാരികൾ ബഹിഷ്കരിച്ചു. ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെപ്പറ്റി അറിഞ്ഞ് കൽക്കത്തയിൽ നിന്ന് നിരവധി വിദ്യാസമ്പന്നർ കലാപ പ്രദേശങ്ങളിലെത്തി കർഷകർക്ക് പിന്തുണ നൽകി. ഇതേ തുടർന്ന് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു കമ്മീഷനെ നിയമിച്ചു. ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിക്കുന്നു. ഇനി കർഷക ലാഭങ്ങൾ കേരളത്തിലും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് തുടർന്ന് പറഞ്ഞു പോകുന്നത്. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാറും കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് കലാപത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ഈ ഒരു കലാപത്തിലേക്ക് നയിക്കാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജന്മിമാരുടെയും അതോടൊപ്പം ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് മലബാർ കലാപത്തിലേക്ക് നയിക്കാൻ പ്രധാന കാരണം. ജന്മിമാരെയാണ് ഭൂവുടമകളായി ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് കലാപം നടന്നത്. ഭൂവുടമകളായിരുന്ന ജന്മിമാരിൽ നിന്നും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയാന്മാരായിരുന്നു തെക്കേ മലബാറിലെ കർഷകർ. ഇവരിൽ ഭൂരിഭാഗമാരായിരുന്നു മാപ്പിളമാരായിരുന്നു. മലബാറിലെ മുസ്ലിമുകളാണ് മാപ്പിളമാർ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപങ്ങൾ മാപ്പിള കലാപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മാപ്പിള കലാപങ്ങൾ ഏത് വർഷമാണ്? 19-ാം നൂറ്റാണ്ടിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് കനോലി എന്ന് പറയുന്ന ഒരു ചെറിയൊരു കോളം തന്നിട്ടുണ്ട്. മാപ്പിള കലാപകാലത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന കനോലിയെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് കലാപകാരികൾ കൊലപ്പെടുത്തി എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ മാപ്പിള കലാപകാലത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്നു കനോലി ആയിരുന്നു. അദ്ദേഹത്തെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് കലാപകാരികൾ കൊലപ്പെടുത്തി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഇവിടെ നൽകിയിരിക്കുന്നത് 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി. ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേന രൂപീകരിച്ചു. അപ്പോൾ എത്ര കലാപങ്ങളുണ്ടായി? ഈ മാപ്പിള കലാപവുമായി ബന്ധപ്പെടുത്തി 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി എന്നാണ് SCERT കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ കലാപങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ചതാണ് മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് പറയുന്നത്, MSP എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ തുടർച്ചയായ കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പം ഈ പറയുന്ന മാപ്പിള കലാപത്തിന്റെ യഥാർത്ഥ കാരണം പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷനാണ് ഏത്? വില്യം ലോഗൻ കമ്മീഷൻ. ആ വില്യം ലോഗൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? ഇതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണെന്ന് ആ വില്യം ലോഗൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് കാടുകൾ കലാപഭൂമിയാകുന്നു എന്ന് പറയുന്ന മറ്റൊരു സബ് ഹെഡിങ്ങിലേക്ക് വരികയാണ് ഈ ഒരു ചാപ്റ്റർ. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളായി പറന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയായിരുന്നു സന്താൾമാർ. ഇത് PSCയിൽ പലവട്ടം ചോദിച്ചതാണ്. സന്താൾമാർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാജ്മഹൽ കുന്നുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ ഈ സംസ്ഥാനങ്ങളായിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ പറയുന്ന രാജ്മഹൽ കുന്നുകൾ എന്ന കാര്യം ഓർക്കുക. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ബംഗാളുണ്ട്, ബീഹാറുണ്ട്, ജാർഖണ്ഡ് ഉണ്ട്. ഏതൊക്കെയാണ്? ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് എന്ന കാര്യം ഓർത്തിരിക്കുക.
അവിടെയാണ് ആരുണ്ടായിരുന്നത്? സന്താൾമാർ എന്ന വിഭാഗം ഉണ്ടായിരുന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ പോയിന്റ് ഓർക്കുക, സന്താൾമാറിനെ ഓർത്തിരിക്കുക. പിന്നെ രാജ്മഹൽ കുന്നുകൾ ഓർത്തിരിക്കുക. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു പോകുന്നവരാണ് ഇവർ. അതുപോലെ തന്നെ കരുത്തിലും അധ്വാനശീലനും തനത്തായ സംസ്കാരമുള്ളവരുമായിരുന്നു ഇവർ. ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സന്താൽ ജനതയുടെ ജീവിതത്തിന്റെ താളം എന്താണ്? നഷ്ടമായി. സെമിദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കി. റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടി സന്താൽ ജനതയെ അടിമകളെ പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ എന്താണ് ജോലി ചെയ്യിച്ചു. ജീവിതം ഗതിമുട്ടിയ സന്താൽ ജനത നേതാക്കന്മാരായ സിന്ധുവിൻ്റെയും കാനുവിൻ്റെയും നേതൃത്വത്തിൽ ആയുധമെടുത്തു. അപ്പോൾ സന്താൽ കലാപത്തിൻ്റെ നേതാക്കൾ പലപ്പോഴും PSC ചോദിക്കുന്നതാണ്. സിന്ധുവും കാനുവുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആരാണ്? സിന്ധുവും കാനുവുമാണ് സന്താൽ കലാപത്തിൻ്റെ നേതാക്കൾ. രാജമഹൽ കുന്നുകൾ ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരായ പോരാട്ട വേദിയായി. ഗോത്ര ജനതയുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാർ പകച്ചിരുന്നു. എന്നാൽ ദീർഘകാലം പിടിച്ചു നിൽക്കാൻ സന്താൾ ജനതയ്ക്ക് കഴിഞ്ഞില്ല. ആയിരക്കണക്കിന് സന്താളുകൾ എന്താണ് പോരാട്ടത്തിൽ മരിച്ചു വീണു. അപ്പോൾ 1855 എന്ന വർഷം ഓർത്തിരിക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ സന്താൾ ജനത നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെ ആ ഒരു വർഷമാണ് 1855. വേണമെങ്കിൽ ചോദിക്കാം, സന്താൽ കലാപവുമായി ബന്ധപ്പെട്ട വർഷം ഏതാണ്? 1855. അപ്പോൾ 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സന്താൽ ജനത നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെ വിവരണമാണ് മുകളിൽ നൽകിയിട്ടുള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. വർഷം ഏതാണ്? 1855. തുടർന്ന് ഇവിടെ പറയുന്നത് ഗോത്രജനതയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ കന്നുകാലി വളർത്തൽ, പുനഃകൃഷി, അതുപോലെ തന്നെ വേട്ടയാടൽ എന്നിവയായിരുന്നു ഗോത്രജനതയുടെ ജീവിതോപാധികൾ. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വന നിയമങ്ങൾ ഗോത്ര ജീവിതത്തെ ദുരന്തമാക്കി. വനങ്ങളെ സംരക്ഷിത പ്രദേശങ്ങളാക്കി പ്രഖ്യാപിച്ചതോടെ വനങ്ങളിലേക്കുള്ള പ്രവേശനം എന്നാണ് നിഷേധിച്ചു. ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ മരങ്ങൾ ലഭ്യമായ വനങ്ങളായിരുന്നു സംരക്ഷിത പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചത്. കപ്പൽ നിർമ്മാണം, റെയിൽപാത നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വനങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർ മരങ്ങൾ ധാരാളമായി മുറിച്ചിരുന്നു. തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയും വനങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. ഗോത്ര ജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തി. ഈ സാഹചര്യത്തിലാണ് വിവിധ ഗോത്ര വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊന്നാണ് നമ്മുടെ വയനാട് കേന്ദ്രീകരിച്ച് നടന്ന കുറിച്യ കലാപം. അതിനെക്കുറിച്ചാണ് തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിൽ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് ഇത്, വയനാട്ടിലെ കുറിച്യ കലാപം. അപ്പോൾ കുറിച്യ കലാപം എവിടെയാണ് നടന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ വയനാട്ടിലാണ്. വയനാട്ടിലെ ഗോത്ര ജനതയായി കുറിച്യരും കുറുമ്പരുമാണ് കലാപം നടത്തിയത്. അപ്പോൾ കുറിച്യർ മാത്രമല്ല, ഒപ്പം ആരുമുണ്ട്? കുറുമ്പരും ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കുറിച്യരും കുറുമ്പരും ചേർന്നിട്ടാണ് കുറിച്യ കലാപം നടക്കുന്നത്. 1812 BS റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വർഷമാണ്. 1812 ഈ ഒരു കലാപം നടക്കുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷുകാർ അമിതമായി നികുതി ചുമത്തിയത്, നികുതി പണമായിട്ട് അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് എല്ലാം ഈ ഒരു കുറിച്യ കലാപത്തിൻ്റെ കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, അതുപോലെ തന്നെ നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, പിന്നെ നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതൊക്കെ ഇതിൻ്റെ കാരണമാണ്. കലാപം നടന്നത് കുറിച്യ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലാണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കുറിച്യ കലാപം നടന്ന ഏത് വർഷം? 1812. എവിടെ നടന്നു? വയനാട്ടിൽ നടന്നു. ആരാണ് ഇതിൻ്റെ നേതാവ്? ബുദ്ധി കേന്ദ്രം എന്നൊക്കെ ചോദിച്ചാൽ രാമൻ നമ്പിയാണെന്ന് കാര്യം ഓർക്കുക. ഗോത്രജനതയ്ക്ക് പുറമെ മറ്റ് വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെ പിടികൂടി വധിച്ചു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടറായിരുന്ന TS ബേബർ കലാപത്തെ പറ്റി ഇങ്ങനെ രേഖപ്പെടുത്തി: ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞ ആരാന്ന് വെച്ചാൽ തലശ്ശേരി സബ് കളക്ടറായ TS ബേബർ ആണ്. അപ്പോൾ തലശ്ശേരിയുടെ സബ് കളക്ടറാണ് TS ബേബർ. ആ ഒരു അതായത് കുറിച്യ കലാപ സമയത്ത് തലശ്ശേരിയുടെ സബ് കളക്ടർ ആരായിരുന്നു എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് TS ബേബർ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അദ്ദേഹത്തിൻ്റെ വാക്കാണ്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞാൽ അത് ആരുടെ വാക്കുകളാണ്? TS ബാബറിൻ്റെ വാക്കുകളാണെന്ന് കാര്യം ഓർക്കുക. എന്തിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ചോദിച്ചാൽ കുറിച്യ കലാപത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് 19-ാം നൂറ്റാണ്ടിൽ സന്താൾ കുറിച്യ കലാപങ്ങൾക്ക് പുറമെ നിരവധി ഗോത്ര കലാപങ്ങൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു. അവയിൽ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന പഹാരിയ കലാപം, കോൾ കലാപം, അതുപോലെ തന്നെ ഗാസി കലാപം, ഭീൽ കലാപം, അതുപോലെ മുണ്ട കലാപം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഈ കോൾ കലാപം, അതുപോലെ തന്നെ പഹാരിയ കലാപം, അതുപോലെ തന്നെ മുണ്ട കലാപം, അതുപോലെ തന്നെ ഗാസി കലാപം, അതുപോലെ ഭീൽ കലാപമൊക്കെ ഗോത്ര കലാപങ്ങളാണ്, അല്ലെങ്കിൽ പ്രാദേശിക കലാപങ്ങളാണെന്ന് കാര്യം ഓർക്കാം. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ പ്രാദേശിക കലാപത്തിൽ ഉൾപ്പെടുന്നത് ഉൾപ്പെടാത്തത് എന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കും. അവിടെ ഈ പറയുന്ന പഹാരി കലാപം അതൊക്കെ ഒരു പർട്ടിക്കുലർ പ്രദേശം കേന്ദ്രീകരിച്ച് നടക്കുന്നതാണ്. സന്താൽ കലാപം ഒരു പർട്ടിക്കുലർ പ്രദേശം കേന്ദ്രീകരിച്ച് നടക്കുന്നതാണ്. കുറിച്യ കലാപം അതൊക്കെ ഒരു പർട്ടിക്കുലർ പ്രദേശം വയനാട് കേന്ദ്രീകരിച്ച് നടക്കുന്നതാണ്.
അപ്പോൾ ഇതെല്ലാം എന്താണ് ഒരു പ്രാദേശിക മേഖലയിൽ ഉൾക്കൊള്ളുന്ന ഒരു കലാപമാണ്. അപ്പോൾ അതിൽ തന്നെ ഗോത്ര മേഖലയുമായി ബന്ധപ്പെട്ട കലാപങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്ന പഹാരിയ കലാപം, അതുപോലെ തന്നെ ഗാസി കലാപം, കോൾ കലാപം, ബീൽ കലാപം, മുണ്ട കലാപം എന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ഗോത്ര കലാപത്തെക്കുറിച്ച് ചരിത്രകാരനായ കെ സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കൂ. കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സവവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരായ ഗോത്ര ജനത നടത്തിയത്. ഇതാരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ കെ സുരേഷ് സിംഗ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അദ്ദേഹം എന്താണ് ചരിത്രകാരനായിട്ടുള്ള കെ സുരേഷ് സിംഗിൻ്റെ വാക്കുകളാണ് നമ്മളിവിടെ കണ്ടത്. ഇനി അടുത്തത് പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ചയും എന്ന് പറയുന്ന ഒരു സബ് ഹെഡിങ്ങിൽ നൽകിയിരിക്കുന്ന കാര്യമാണ്. അവിടെ വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ കുറച്ച് വാക്കുകൾ പറയുന്നു. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരന്തം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമുദ്രങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആരാണ്? വില്യം ബെൻഡിക് പ്രഭുവാണ്. ഒരു കാലത്ത് ലോകമെങ്ങും പ്രസിദ്ധമായിരുന്ന ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ വളർച്ച സംബന്ധിച്ച് ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻഡിക് പ്രഭു നടത്തിയ ഒരു നിരീക്ഷണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യൻ കർഷക രംഗത്തെ മാത്രമല്ല കരകൗശല വ്യവസായത്തെയും പൂർണ്ണമായിട്ടും എന്ത് ചെയ്തു? നശിപ്പിച്ചു. ഇപ്പോൾ കാർഷിക രംഗത്തിന് പുറമെ ഈ പറയുന്ന കരകൗശല മേഖലയും എന്ത് ചെയ്തു? നശിപ്പിച്ചു എന്ന കാര്യം ഓർക്കുക. ഈ നാശത്തിൻ്റെ കാരണമാണ് ഇനി നമ്മൾ പരിശോധിക്കാം എന്ന് പറയുന്നത്. യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് എന്താണ് ഇറക്കുമതി ചെയ്തതാണ് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ നാശത്തിലേക്കുള്ള പ്രധാന കാരണം. അപ്പോൾ അന്നേ വരെ എന്താണ് തുണി വ്യവസായമൊക്കെ നല്ല രീതിയിൽ പോകുമ്പോഴാണ് അവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഈ യന്ത്രവൽക്കരണമൊക്കെ ബ്രിട്ടീഷ് മേഖലയിൽ നടക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ എന്താണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. അത് എന്താണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു. ഇത് ഇന്ത്യയിലെ ഈ പറയുന്ന നമ്മുടെ കയ്യിലൊക്കെ നെയ്ത ഉൽപ്പന്നങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെന്തായിരിക്കും? വളരെ വില കുറവായിരിക്കും. അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന യന്ത്രനിർമ്മിതമായ തുണികൾക്ക് എന്താണ് വില കുറവായതിനാൽ ഇന്ത്യയിൽ എളുപ്പത്തിൽ അതെന്താണ് വിറ്റഴിക്കുകയും ചെയ്തു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊന്ന്, റെയിൽവേ വ്യാപകമായതും ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളിലെത്തുന്ന തുണിത്തരങ്ങൾ വിദേശ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും ഗ്രാമങ്ങളിലെ പരുത്തി ശേഖരിച്ചെന്നാണ് തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിലേക്ക് എത്തിക്കാനും റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഇതോടെ എന്താണ് ഗ്രാമങ്ങളിലെ വിപണിയും എന്താണ് ഇന്ത്യൻ നെയ്ത്തുകാർക്ക് നഷ്ടമായി എന്ന കാര്യം ഓർക്കുക. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും കാരണം ധാരാളം തൊഴിലാളികൾ നെയ്ത്തുജോലി ഉപേക്ഷിച്ചു. കുറഞ്ഞ വിലയ്ക്ക് എന്താണ് ഉൽപ്പന്നങ്ങൾ കൈമാറാനും കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യാനും അവർ തൊഴിലാളികളെ നിർബന്ധിച്ചു. ഇത് കാരണം പലരും എന്താണ് മറ്റ് ജോലികൾ തേടിപ്പോയി. അതൊക്കെയാണ് ഈ തുണി വ്യവസായം തകരാൻ കാരണം. തുണി വ്യവസായത്തിൻ്റെ തകർച്ചയുടെ ആദ്യം പ്രതിഫലനം കണ്ടത് നഗരങ്ങളിലായിരുന്നു. മുർഷിദാബാദും ധാക്കയും പോലുള്ള തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങൾ എന്താണ് ജനവാസരഹിതമാവുകയും ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ എന്താണ് ഗ്രാമങ്ങളിലേക്ക് കൃഷി പണിയിലേക്കുമൊക്കെ തിരികുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങളായിരുന്ന പ്രദേശങ്ങളാണ് ഇത് മൂർഷിദാബാദും അതുപോലെ തന്നെ ധാക്കയും എന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെ അവിടെയുള്ളവരെല്ലാം എങ്ങോട്ട് പോവുകയാണ്? ഈ ഗ്രാമങ്ങളിലേക്ക് വരുന്നു. അവരെല്ലാം കൃഷിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃഷിപ്പണിയിലേക്ക് തിരികുകയും ചെയ്തു. ഇത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ എന്തായി? വർധനവുണ്ടായി. കാർഷിക മേഖലയിൽ ഏർപ്പെട്ടവരുടെ എണ്ണത്തിലെ വർധനവ് കാരണം കൃഷിഭൂമി ചെറിയ തുണ്ടുകളായിട്ട് മാറി. ഉൽപാദന മുരടിപ്പ് ആയിരുന്നു ഇതിൻ്റെ പ്രത്യക്ഷമായ ഫലം എന്ന് പറയുന്നത്. ഗ്രാമങ്ങളിലെ കരകൗശല വ്യവസായങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല എന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നു. അതിൽ തന്നെ നമ്മുടെ കരകൗശല വ്യവസായത്തിൽപ്പെടുന്ന മൺപാത്ര നിർമ്മാണം അത് എന്താണ് തകർച്ചയിലേക്ക് വരുന്നു. കാരണം അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതിയാണ്. തുകൽപ്പണി എന്ന് പറയുന്നത് ഗ്രാമീണ വ്യവസായത്തിൽ ഉൾപ്പെടുന്നു. അസംസ്കൃത വസ്തുവായ തുകലിൻ്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി ആ ഒരു മേഖലയും എന്തായിപ്പോയി? തകർന്നുപോയി. ഇനി മരപ്പണി എന്ന് പറയുന്നത് ലോകനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം എന്താണ് ആ ഒരു മരപ്പണി മേഖലയും എന്ത് ചെയ്യുന്നു? ഗ്രാമീണ വ്യവസായത്തിൽ ഉൾപ്പെട്ട മരപ്പണി മേഖലയും എന്ത് ചെയ്യുന്നു? തകരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, കാർഷിക മേഖലയുടെയും കരകൗശല വ്യവസായത്തിൻ്റെയും തകർച്ച ക്ഷാമങ്ങളിലേക്കും പട്ടിണി മരണത്തിലേക്കും ഇന്ത്യയെ തള്ളിവിട്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ക്ഷാമത്താൽ എന്താണ് മരണമടഞ്ഞു എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ ഈ കാർഷിക മേഖല തകർന്നു, അതുപോലെ തന്നെ കരകൗശല വ്യവസായത്തിൻ്റെ മേഖലയും തകരുന്നു. അങ്ങനെ എന്താണ് പട്ടിണി വർദ്ധിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്താണ് കുറേ പേരെന്താണ് മരണമടയുന്നു എന്ന കാര്യം ഓർക്കുക. ആധുനിക വ്യവസായങ്ങളുടെ ആരംഭവും തൊഴിലാളികളുടെ അവസ്ഥയും എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിലേക്കാണ് ഇനി പോകുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് വ്യവസായങ്ങൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചു. എന്നാൽ ഇവയുടെ എണ്ണം വളരെ പരിമിതമായിരുന്നു. തോട്ട വ്യവസായങ്ങളായിരുന്നു ആദ്യം സ്ഥാപിച്ചത്. പിന്നീട് തുണി, ചണം, ഇരുമ്പുരുക്ക്, പേപ്പർ തുടങ്ങിയ വ്യവസായങ്ങളും ആരംഭിച്ചു. ഇത്തരം വ്യവസായങ്ങളിലെ തൊഴിലാളികളും ചൂഷണത്തിനിരയായി. അവരുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. മണിക്കൂറുകളിലും എന്താണ് അവർ നീണ്ട ജോലി സമയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറഞ്ഞ കൂലിയാണ് ലഭിച്ചിരുന്നത്. അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാമായിരുന്നു ആ ഒരു കാലയളവിൽ തൊഴിലാളികൾ നേരിട്ട പ്രശ്നങ്ങളെന്ന് പറയുന്നത്. അക്കാലത്ത് ഇന്ത്യയിൽ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇല്ലായിരുന്നു. എങ്കിലും ചൂഷണം സഹിക്കാൻ കഴിയാതെ തൊഴിലാളികൾ പ്രക്ഷോഭങ്ങൾ നടത്തി.
ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളുടെയും കൽക്കട്ടയിലെ ചണമിൽ തൊഴിലാളികളുടെയും സമരം ഇതിന് ഉദാഹരണമാണ്. ഇനി ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടി വന്ന വിവിധ ജനവിഭാഗങ്ങളെയും അവർ നടത്തിയ പ്രക്ഷോഭങ്ങളെയും കുറിച്ചാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. ഈ പ്രക്ഷോഭങ്ങളൊന്നും അതാത് പ്രദേശങ്ങൾക്കപ്പുറത്തേക്ക് വളർന്നില്ല. കൂടാതെ ഇവയ്ക്ക് സംഘടിത സ്വഭാവവും കുറവായിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ചൂഷിതരായ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സംഘടിത കലാപത്തിന് തുടക്കം കുറിച്ചു. അതാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്ന എന്താണ് ഈ പറയുന്ന 1857 സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അതിന് മുമ്പായിട്ടൊരു ചെറിയ ഒരു കോളത്തിൽ ഈ ഒരു വാക്ക് നൽകിയിട്ടുണ്ട്. വയറു നിറയെ ആഹാരമില്ലാതെ, വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞ ആരാന്ന് വെച്ചാൽ ജർഗൻ കുസിയാസ്കി എന്ന് പറയുന്ന ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അത് പറഞ്ഞ വാക്കുകൾ ആരുടേതാണ്? ജർഗൻ കുസിയാസ്കി എന്ന് പറയുന്ന ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരൻ്റെ വാക്കുകളാണ്. ഇനി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരികയാണ്. 1857 മെയ് 11 പുലർക്കാലം വലിയൊരു ആരവം കേട്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ ഉണർന്നത്. മീററ്റിൽ നിന്നും യമുനാ നദി കടന്ന് ആയുധങ്ങളുമായി ആയിരക്കണക്കിന് കലാപകാരികൾ ഡൽഹിയിലേക്ക് എത്തുകയാണ്. അവരിൽ ശിപ്പായിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. ഡൽഹിയിലെത്തിയ കലാപകാരികൾ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അധികം താമസിയാതെ കലാപം ഉത്തരേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു എന്ന ആ ഒരു പാരഗ്രാഫ് നൽകിക്കൊണ്ടാണ് 1857 വിപ്ലവം എന്ന് പറയുന്ന ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് 1857 മെയ് 10 നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ അത് എവിടെ നിന്നാണ്? മീററ്റിൽ എന്നും കൂടെ നമ്മൾ പഠിക്കും. ഇനി അടുത്തായിട്ട് പറയുന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന 1857 കലാപത്തിന്റെ വിവരണമാണ് മുകളിൽ നൽകിയത്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 കലാപത്തെയാണ്. മീററ്റിലെ ശിപ്പായിമാരായിരുന്നു ഈ കലാപത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ആരാണ് തുടക്കം കുറിച്ചത്? ഉത്തർപ്രദേശിലെ മീററ്റിലെ ശിപ്പായിമാരായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. എന്തായിരുന്നു അവരെ കലാപത്തിലേക്ക് നയിച്ചത് എന്നാണ് അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. തുച്ഛമായ ശമ്പളം, മറ്റൊന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്നും നേരിട്ട അവഹേളനമായിരുന്നു ശിപ്പായിമാരുടെ അസംതൃപ്തിക്ക് കാരണം. സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ എന്താണ് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന പ്രചരണം അവരെ എന്ത് ചെയ്തു? പ്രകോപിച്ചു. അപ്പോൾ മറ്റൊരു കാരണമാണ് ഇവിടെ പറഞ്ഞത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഇത്. പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിപ്പായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിച്ചു. ബംഗാളിലെ ബരാക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തു. തുടർന്ന് അറസ്റ്റിലായ മംഗൾ പാണ്ഡെ എന്നാണ് വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം നമ്മുടെ 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് മംഗൾ പാണ്ഡെയാണ്. രാജാക്കന്മാർ, കർഷകർ, കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ കലാപത്തിൽ പങ്കാളികളായി. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് വന്നതാണ്. രാജാക്കന്മാർ പങ്കാളികളായിട്ടുണ്ട്, കർഷകൻ പങ്കാളികളായിട്ടുണ്ട്, കരകൗശല തൊഴിലാളികൾ പങ്കാളികളായിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇത് നമ്മുടെ ഒരു പരീക്ഷയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നതാണ്. ഇത് ഇതേപോലെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വായിക്കാതെ പോരുന്ന ഒരാൾക്ക് ഈ കരകൗശല തൊഴിലാളികൾ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു സംശയമൊക്കെ തോന്നും. അപ്പോൾ ഓർത്തിരിക്കുക, രാജാക്കന്മാരുണ്ട്, കർഷകരുണ്ടായിരുന്നു, കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ എന്താണ് കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. ദത്തവകാശ നിരോധന നിയമത്തിന് പുറമെ ദുർഭരണ കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചടക്കി. ഇത് എന്താണ് രാജാക്കന്മാരെ കലാപം നയിക്കാൻ പ്രേരിപ്പിച്ചു. രാജാക്കന്മാർക്കും ശിപ്പായിമാർക്കും ഒപ്പം സാധാരണക്കാരും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ച് പണമിടപാട് രേഖകളും കണക്ക് പുസ്തകങ്ങളും അവർ തീയിട്ടു. സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു കലാപത്തിൻ്റെ പ്രധാന പ്രത്യേകത. അപ്പോൾ എന്താണ്? സാധാരണക്കാരായ കർഷകരുണ്ടായിരുന്നു, അതുപോലെ തന്നെ കരകൗശല തൊഴിലാളികളുണ്ടായിരുന്നു. ഇവരെല്ലാം എന്താണ് ഈ ഒരു കലാപത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. അവധ് എന്ന നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷത്തോളം സാധാരണ ജനങ്ങളായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊന്ന് ഇവിടെ പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി. അപ്പോൾ ഈ ഒരു 1857 കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്താണ്? ഹിന്ദു മുസ്ലിം ഐക്യമാണ്. സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കളുടെയും ഇടയിൽ പരിപൂർണ്ണ സഹകരണം നിലനിന്നിരുന്നു. ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ എന്നാണ് ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ കലാപകാരികൾ ഡൽഹി പിടിച്ചെടുത്ത് ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ച ആരെയാണെന്ന് വെച്ചാൽ ബഹദൂർ ഷാ രണ്ടാമനെയാണ്. അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടതും ബഹദൂർ ഷാ രണ്ടാമനാണ്. കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളെയും നേതൃത്വം കൊടുത്തവരെയും താഴെ കൊടുത്തിട്ടുള്ള പട്ടികയിൽ നിന്ന് പരിചയപ്പെടാം. ഇത് PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓരോ പ്രദേശം കേന്ദ്രീകരിച്ച് കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാമാണ്. അതിൽ ഡൽഹി കേന്ദ്രീകരിച്ച് നമ്മൾ പറഞ്ഞു ബഹദൂർ ഷാ രണ്ടാമനാണ്. ഝാൻസി കേന്ദ്രീകരിച്ച് റാണി ലക്ഷ്മിബായിയാണ്. ലക്നോ കേന്ദ്രീകരിച്ച് പലപ്പോഴും ചോദിക്കും ബീഗം ഹസ്രത്ത് മകളാണ്. കാൺപൂർ കേന്ദ്രീകരിച്ച് നാനാ സാഹിബുണ്ട്, താന്തിയ തോപ്പിയുമുണ്ട്. അതുപോലെ തന്നെ ഫൈസാബാദ് കേന്ദ്രീകരിച്ച് മൗലവി അഹമ്മദുള്ള എന്ന പേര് ഓർത്തിരിക്കുക. അപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് 1857 കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസി കേന്ദ്രീകരിച്ച് ആരാന്ന് വെച്ചാൽ ഝാൻസി റാണിയാണ്, അതായത് റാണി ലക്ഷ്മിബായിയാണ്. ലക്നൗ കേന്ദ്രീകരിച്ച് ബീഗം ഹസ്രത്ത് മകളാണ്. കാൺപൂർ കേന്ദ്രീകരിച്ച് നാനാ സിംഗും അതുപോലെ താന്തിയ തോപ്പിയും.
ഫൈസാബാദ് കേന്ദ്രീകരിച്ച് മൗലവി അഹമ്മദുള്ള എന്നീ പേരുകൾ ഓർത്തിരിക്കുക. ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് ചോദിക്കാറുള്ളതാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ബ്രിട്ടീഷുകാരുടെ ശക്തമായ സൈനിക ബലത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞില്ല. കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായി അടിച്ചമർത്തി. പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമുക്തരാകാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരമായിരുന്നു അത്. 1857 കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങളുണ്ടാക്കി. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. അതിന് കാരണമായത് 1857 ഈ പറയുന്ന കലാപമാണ്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നതെന്ന് കാര്യം ഓർക്കുക. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടം 1857 ശേഷമായിരുന്നു. അക്കാലത്തെ പട്ടിണി മരണങ്ങൾ ഇക്കാര്യം സജീവിക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലുണ്ടായ 24 വൻ ക്ഷാമങ്ങളിൽ 2 കോടിയോളം പേരെന്താണ് മരിച്ചു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത് പറയുന്നത് ചൂഷണം തിരിച്ചറിയുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കി. ഈ മനോഭാവമാണ് 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലിലേക്ക് നയിച്ച പ്രധാന ഘടകം. ജാതിമത വർഗ്ഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിന്ന ഐക്യബോധമാണ് ദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദേശീയത എന്ന് പറയുന്നത്? ജാതി മത വർഗ്ഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധത്തെയാണ് നമ്മൾ ഇതെന്ന് പറയുക ദേശീയത എന്ന് പറയുക. ഇങ്ങനെ വളർന്നു വന്ന ദേശീയതയുടെ ഒരു സംഘടിത രൂപമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 72 പ്രതിനിധികൾ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഡിസംബർ ആ ഒരു രൂപീകരണ സമ്മേളനത്തിൽ എത്ര പേർ പങ്കെടുത്തു എന്ന് വെച്ചാൽ 72 പേരാണ് പങ്കെടുത്തത്. രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ചത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ഇനി അടുത്ത് പറയുന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയ വ്യക്തിയാരാണ്? ദാദാഭായ് നവറോജി ആയിരുന്നു. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാര്യങ്ങളെക്കുറിച്ച് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തന്റെ നിഗമനങ്ങളെക്കുറിച്ചും അദ്ദേഹം എവിടെ എഴുതി? പ്രോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ എന്ന പുസ്തകത്തിൽ എഴുതി. അപ്പോൾ പ്രോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചോർച്ചാ സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണെന്ന് വെച്ചാൽ പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതിൽ പറഞ്ഞു പോകുന്ന ഈ ചോർച്ചാ സിദ്ധാന്തത്തിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ ലിസ്റ്റിട്ട് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, അതായത് നമ്മുടെ ഭാരതത്തിൽ നിന്നും ഈ പറയുന്ന സമ്പത്ത് കൊള്ളയടിച്ചു പോകുന്നത് എങ്ങനെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതിയിലൂടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളം, പെൻഷൻ, അതായത് അമിതമായ ശമ്പളവും പെൻഷനൊക്കെയാണ് നൽകിയിരുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, അതുപോലെ ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി വഴി. അപ്പോൾ ഇതെല്ലാമാണ് ഈ ചോർച്ച സിദ്ധാന്തവുമായി ബന്ധപ്പെടുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ പോയിന്റുകൾ ഓർത്തിരിക്കുക. ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി നമ്മുടെ സമ്പത്ത് ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഒന്നാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും അതിലൂടെയും നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭമാണ്. അതുവഴി നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വിറ്റഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു. ഇന്ത്യയിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതി, അതിലൂടെയും നമ്മുടെ സമ്പത്ത് അവർ കൊള്ളയടിച്ച് കൊണ്ടുപോവുകയാണ്. ഇനി മറ്റൊന്ന്, ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രമാക്കുന്നുവെന്ന് സംബന്ധിച്ച് സാധാരണക്കാരന് അവബോധമുണ്ടാക്കുന്നതിൽ ദാദാഭായ് നവറോജി, രാമചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ ആദ്യകാല നേതാക്കളുടെ പങ്ക് വളരെ വിലപ്പെട്ടതാണ്. താങ്കൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ചൂഷണവും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ശക്തമാക്കി. ഇത്തരത്തിൽ വളർന്നു വന്ന ഇന്ത്യൻ ദേശീയതയെ ചില ചരിത്രകാരന്മാർ സാമ്പത്തിക ദേശീയത എന്നും വിശേഷിപ്പിക്കുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത്, അപ്പോൾ ഇവിടെ ഈ പേരുകളൊന്ന് ഓർത്തിരിക്കുക. ഒന്ന് ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പോൾ ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദാരിദ്ര്യമാക്കുന്നത് സംബന്ധിച്ച് സാധാരണക്കാരന് അവബോധമുണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച നേതാക്കന്മാരാണ്. ഒന്ന് ദാദാഭായ് നവറോജി, മറ്റൊന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ, മറ്റൊന്നാരാണ്? രമേശ് ചന്ദ്ര ദത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. തുടർന്ന് നമ്മളോട് പറഞ്ഞ് സാമ്പത്തിക ചോർച്ച തടയാൻ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നും പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും ആദ്യകാല ദേശീയ നേതാക്കൾ ആഹ്വാനം ചെയ്തു. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിന്റെ പ്രധാന രീതി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവുമായിരുന്നു എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ബംഗാൾ വിഭജനം നടക്കുന്നത് 1905 കാഴ്സൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹമാണ് അത് നടപ്പിലാക്കുന്നത്. അപ്പോൾ 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചു. അതിൻ്റെ ഒരു പ്രതിഷേധം ഫലമായിട്ടുണ്ടായ സമരത്തിന്റെ പ്രധാന രീതി എന്തായിരുന്നു? ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ട് ബഹിഷ്കരിച്ചു, തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു. ഇനി സമരത്തിന്റെ ഭാഗമായിട്ട് വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായിട്ട് എന്ത് ചെയ്തു? കത്തിച്ചു. ഈ സമരരീതി സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെട്ടു. അപ്പോൾ സ്വദേശി പ്രസ്ഥാനം വർഷം 1905. അപ്പോൾ സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും ഇന്ത്യൻ വ്യവസായങ്ങൾക്കും പുതുജീവൻ നൽകി. നിരവധി തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ,
തീപ്പെട്ടി കമ്പനികൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. ബംഗാളിലെ ബംഗാൾ കെമിക്കൽ സ്റ്റോർ, അപ്പോൾ അവിടെ അങ്ങനെ ആ ഒരു സ്വദേശി പ്രസ്ഥാന സമയത്ത് ആരംഭിച്ചതാണ് ബംഗാളിലെ ബംഗാൾ കെമിക്കൽ സ്റ്റോർ. അതുപോലെ മഹാരാഷ്ട്രയിൽ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവയ്ക്ക് തുടക്കമിട്ടത് സ്വദേശി സമരകാലത്താണ്. അപ്പോൾ ബംഗാൾ കെമിക്കൽ സ്റ്റോർ, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, സ്വദേശി സ്റ്റീം നാവിഗേഷൻ. ഇനി അടുത്ത പറയുന്നത് എന്താണ്? ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ അക്കാലത്ത് എന്താണ് വലിയ കുറവുണ്ടായി എന്ന കാര്യം കൂടി ഓർക്കാം. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൽ കുറവും സംഭവിച്ചു. ഇനി മറ്റൊന്ന് പറയുന്നത് സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തമായിരുന്നു ഈ സമരത്തിന്റെ പ്രധാന സവിശേഷത. വിദേശ വസ്ത്രങ്ങൾ അലക്കുകയില്ലെന്ന് അലക്കുകാരും വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ നടത്തില്ലെന്ന് പുരോഹിതന്മാരും പ്രതിജ്ഞയെടുത്തു. വിദേശത്തു നിന്നുള്ള വളകളും പാത്രങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ട് സ്ത്രീകളും സ്കൂൾ ബഹിഷ്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും എന്നാണ് സമരത്തിന്റെ ഭാഗമായി. സ്വദേശി പ്രസ്ഥാനത്തോടെ ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിപ്പെട്ടു. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. അവർ ലാൽ പാൽ ബാൽ എന്നറിയപ്പെടും. അപ്പം ലാൽ പാൽ ബാൽ കൂട്ടുകെട്ടിൽ ഉൾപ്പെട്ട ആരെല്ലാമാണെന്ന് ചോദിക്കാറുണ്ട്. ലാലാ ലജ്പത് റായ്, മറ്റൊന്ന് ബിപിൻ ചന്ദ്രപാൽ, മറ്റൊന്ന് ബാലഗംഗാധര തിലക്. ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക് എന്നിവരാണ് ലാൽ ബാൽ പാൽ എന്ന് പറയുന്ന ഒരു കൂട്ടുകെട്ടിൽ ഉൾപ്പെടുന്നത്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ആരാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആരാണ്? നമ്മുടെ ഈ പറയുന്ന ബാലഗംഗാധര തിലകാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുകയും ചെയ്യും. ബ്രിട്ടീഷ് ഭരണത്തിന് അസ്വസ്ഥമായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ തിലകൻ എന്താണ് നിർണായക പങ്കുവഹിച്ചു. ഇതിനാൽ അദ്ദേഹത്തെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചു. ഇതും പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെന്ന് വെച്ചാൽ ബാലഗംഗാധര തിലകാണ്. ഇങ്ങനെ വിശേഷിപ്പിച്ചാരെന്ന് വെച്ചാൽ വാലന്റൈൻ ഷിറോൾ എന്ന പേര് ഓർത്തിരിക്കുക. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ ആരെന്ന് വെച്ചാൽ ബാലഗംഗാധര തിലകാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഒരു സംഘടിത രൂപം പ്രാപിച്ചത് എങ്ങനെയെന്ന് കണ്ടല്ലോ. ഇത്തരം പ്രതിഷേധങ്ങളാണ് ഇന്ത്യൻ ദേശീയതയായിട്ട് പരിണമിച്ചത്. ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലെ മൂർച്ചയേറിയ ആയുധമായിരുന്നു വിദേശ വസ്തുക്കളുടെയും ബഹിഷ്കരണവും സ്വദേശി നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗവും. പിൽക്കാലത്ത് ഗാന്ധിജി ഈ സമരത്തെ കൂടുതൽ ശക്തവും ജനകീയവുമായ ഒന്നാക്കി മാറ്റി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത്. നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ടത് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന അധ്യായമാണ്. അതിൽ നമ്മൾ തുടക്കം ഭൂനികുതി വ്യവസ്ഥകളെക്കുറിച്ച് പഠിച്ചു. അവിടെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റ് വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ എന്നീ കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ നീലം കർഷക കലാപം, മാപ്പിള കലാപങ്ങൾ, സംതാൽ കലാപം, കുറിച്ച് കലാപം എന്നിവയെക്കുറിച്ച് നമ്മളവിടെ പഠിച്ചു. തുടർന്ന് തുണിത്തര വ്യവസായത്തിൻ്റെ തകർച്ചയെക്കുറിച്ചാണ് പഠിച്ചത്. ഗ്രാമീണ വ്യവസായങ്ങളുടെ തകർച്ചയെക്കുറിച്ച് പഠിച്ചു. വ്യവസായ തൊഴിലാളികളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി 1857 വിപ്ലവം നമ്മൾ പഠിച്ചു. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പഠിച്ചു. ആദ്യകാല ദേശീയ നേതാക്കൾ, ചോർച്ചാ സിദ്ധാന്തം, അതൊക്കെ നമ്മൾ പഠിച്ചു. സ്വദേശി പ്രസ്ഥാനം, അതേ തുടർന്ന് വന്ന സ്വദേശി പ്രസ്ഥാനം, ബംഗാൾ വിഭജനത്തെ തുടർന്ന് വന്ന സ്വദേശി പ്രസ്ഥാനം പഠിച്ചു. തുടർന്ന് ദേശീയതയുടെ വളർച്ച, അതിനെയൊക്കെ നമ്മളവിടെ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ഇത്ര നേരം പഠിച്ച് അവസാനിപ്പിച്ചത്. വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു അധ്യായമാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ആരെന്നൊക്കെ PSC എപ്പോഴും ചോദിക്കാറുണ്ട്. കോൺവാലിസ് പ്രഭുവാണ്. അതുപോലെ തന്നെ ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയ സ്ഥലങ്ങളാണ് നടപ്പിലാക്കിയത്. സെമിന്ദാർമാർ എന്ന് പറയുന്ന ആ ഒരു പേരൊക്കെ ഓർത്തിരിക്കണം. അപ്പോൾ എല്ലാ പോയിന്റുകളും പലപ്പോഴും PSC പരീക്ഷയിൽ ചെറിയ ചെറിയ ചോദ്യങ്ങളായിട്ടും ചോദിക്കാറുണ്ട്, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലും ചോദിക്കാറുണ്ട്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ് നമ്മളിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു അധ്യായവുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.